ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പച്ചരിയിൽ ഈ ഒരു ചേരുവ ചേർത്തിട്ട് നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല പേപ്പർ പോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിന് കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് കറി ഉണ്ടെങ്കിൽ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പേപ്പർ പോലെ അതേപോലെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പച്ചരി മാത്രം വേണമെന്നില്ല, പച്ചരിയുടെ പൊടി ആയാലും മതി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പം ഞാൻ തലേ ദിവസം 2 കപ്പ് അരി പച്ചരി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാനിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നായിട്ട് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ജാറായതുകൊണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ കപ്പിൽ അളന്നെടുത്ത് കാണിച്ച് തന്നിക്കുകയാണ്. ഒരു 1.25 കപ്പ് ഉരുളക്കിഴങ്ങ് പച്ചയാണ് കേട്ടോ, നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളയും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ നമുക്ക് ഇതിനൊരു ചെറിയ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിർബന്ധം ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളിത് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായി പോയാൽ നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ലൂസ് ഇതിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇതിനേക്കാട്ടിനും കുറച്ച് ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്കിത് കനലാണ്ട് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾ വീണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുത്താലാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു നീർദോശയ്ക്കൊക്കെ നമ്മൾ കലക്കിയെടുക്കില്ലേ, അതുപോലെയാണ് കേട്ടോ നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇത് ഒന്നുകൂടി കുറുക്കത്തിലാണ്. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ മതി. ഇനി നമുക്ക് പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു കയ്യിൽ തവി മാവ് എടുക്കാം. ഒരു തവി മാവ് എടുത്തിട്ട് നമ്മൾ എപ്പോഴും ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ, അടിയിൽ ഊറിപ്പോവാണ്ടിരിക്കാനാണ്. ഇനി നമ്മളിതാ ഈ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല ചൂടാവണം കേട്ടോ നമ്മുടെ പാന്. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഹോൾസൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കനലാണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വേഗത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പുറം വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തേച്ച് കൊടുക്കാം കേട്ടോ. നെയ്യൊക്കെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പുറം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. നമുക്ക് നല്ല കനലാണ്ട് തന്നെ നമ്മുടെ അപ്പം കിട്ടിയിട്ടുണ്ട്. ഈ പുറം കൂടി വെന്ത് വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത അപ്പം നമുക്ക് എണ്ണ തേച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യത്തെ അപ്പം ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ചെറുതായി പൊട്ടിപ്പോയത്. രണ്ടാമത്തേതും പിന്നെയുള്ളതൊക്കെ നമുക്ക് നേരെ കിട്ടും. അത് ഞാൻ കുറച്ച് വേവിനതിന് മുമ്പ് മറിച്ചിടാൻ നോക്കിയപ്പോഴാണ് കേട്ടോ അതങ്ങനെ ആയത്. ഇതപ്പം നമ്മൾ അടുത്തതും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ അപ്പം തന്നെ നല്ല കനം കുറഞ്ഞിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം.
കണ്ടോ ഇതുപോലെ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതാ നമ്മൾ അടുത്തതിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.